Hello everyone, welcome back to Asylum Learning. It's me Jamshad, you can call me JD. Today, in this session, we are going to learn the complete details about precise writing. Precise writing, ഉറപ്പായിട്ടും ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് നമുക്ക് ചിന്താക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആർ യു റെഡി? റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ധാരാളം ലൈവ് സെഷൻസും മിനി മാരത്തോണും മെഗാ മാരത്തോണും നമ്മുടെ ചാനൽ വരുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും മെഗാ മാരത്തോണൊക്കെ വരുന്നുണ്ട്. സോ ഒന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കൂ. മാത്രമല്ല ഈ പ്രിസൈസ് റൈറ്റിംഗ് അവസാനം വരെ കാണാം. ഇതുപോലത്തെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രിസൈസ് റൈറ്റിംഗ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. 2024 ക്രിസ്മസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലസ് 1 ഉണ്ടായിരുന്ന. എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നത്? പിന്നെ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ പ്രിസൈസ് ഓഫ് ദ ഫോളോയിങ് പാസേജ് 1/3 ഓഫ് ദ ഒറിജിനൽ ലെങ്ത് ആൻഡ് ഓൾസോ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നമ്മളോട് ഇങ്ങനെ ഒരു വലിയൊരു സെന്റൻസ് കൊടുത്തിട്ട് നിങ്ങളോട് ഒരു സൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്താക്കണം, 1/3 ഓഫ് ദ ഒറിജിനൽ ലെങ്ത്. ഇതിന്റെ 1/3 ഭാഗമായിട്ട് ഇതിനെ ചുരുക്കണം. ഇതിന്റെ കുറച്ച് വരികൾ മാത്രം എഴുതി വെച്ചാൽ മതിയോ? ഇല്ല, ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്, ഇതിന് കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഇത് കൂടുതൽ എഴുതാനല്ല, തന്നിട്ടുള്ള എഴുത്തിനെ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മൾ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. നമുക്ക് നോക്കാം. ഈ ഒരു സെന്റൻസിനെ ഇതുപോലെ, ഇതെന്തായാലും ചോദിക്കില്ല, ഇത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പോർഷൻസ് ആണ്. ഏതായാലും ഇതുപോലെ ഏത് പോർഷൻസ് തന്നു കഴിഞ്ഞാലും നമ്മെ ക്ലിയർ ആക്കാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. യെസ്, just look into this one. ഓക്കെ, റീഡ് ദ പാസേജ്. 2 പ്രാവശ്യം ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. 2 പ്രാവശ്യം എന്നുള്ളത് ഒരു അലങ്കാരത്തിന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ 2 വായിച്ചില്ല, 3 വായിച്ചാൽ റെഡി ആവുമെങ്കിൽ 3 വായിക്കാം. ഓക്കെ, ഒരു ആവറേജ് ഒരു 2 പ്രാവശ്യമാണ്. 2 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും ഏകദേശം മനസ്സിലാവും. അതിന്റെ മെയിൻ ഐഡിയയും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് എന്നിട്ട് പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ തന്നെ ഇതാണോ? നോ, ഫൈൻ ദ സെൻട്രൽ തീം. ഇതിന്റെ മെയിൻ തീം എന്താണെന്ന്, വാട്ട് ഇസ് എ പാസേജ് മെയിൻലി അബൌട്ട്, ഇത് എന്തിനെ പറ്റിയിട്ടാണ് ഈ പാസേജ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുക, നമുക്ക് മനസ്സിലുണ്ടായിരിക്കുക. ആൻഡ് കീപ് ഓൺലി എസെൻഷ്യൽ ഐഡിയാസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നമുക്ക് എടുത്താൽ മതി. എന്നാലേ 1/3 ആക്കാൻ കഴിയുള്ളൂ, 1/3 ആക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യാം. എക്സാമ്പിൾസ് ഉണ്ടാവും, ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അമിയോട്രോഫിക് ലാറ്ററൽ സെലറോസിസ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താക്കാം, ഒഴിവാക്കാം. ആൻഡ് എക്സ്പ്ലനേഷൻസ് ഒഴിവാക്കാം, കൊട്ടേഷൻസ്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ സ്വന്തം വാക്കിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ 3-1 എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ അതിൽ നിന്നുള്ള ഏതെങ്കിലും പോർഷൻസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് നമ്മുടെ വാല്യൂഷൻ നമുക്ക് മനസ്സിലാവും, നെഗറ്റീവ് മാർക്ക് വെക്കും. ആൻഡ് റീറൈറ്റ് ഐഡിയാസ് ഇൻ എ സിമ്പിൾ ആൻഡ് ഷോർട്ടർ ഫോം വിത്തൗട്ട് കോപ്പിങ് സെന്റൻസ്. സെന്റൻസ് കോപ്പി ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ഷോർട്ടർ ആക്കി എഴുതാൻ ശ്രമിക്കുക. ഇത് ശരിക്കും പ്രാക്ടീസ് ഇല്ലാണ്ട് പാടുട്ടോ, നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. അതിനുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. മെയിൻറ്റെയിൻ 1/3 ലെങ്ത്. അത് നമ്മൾ ഉറപ്പായിട്ട് 150 വേർഡുള്ള ഒരു പാസേജ് തന്നാൽ 50 വേർഡിലേക്ക് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് 6-1 യൂസ് എ ഫോർമൽ ഒബ്ജക്റ്റീവ് ടോൺ. ഫോമലാക്കുക, ഇൻഫോർമൽ ആക്കരുത്. നമ്മൾ ഭയങ്കര നമ്മൾ നാടൻ വർത്താനം പോലെ ആയി പോകാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കോൺവെർസേഷൻ പറയുന്നത് പോലെ ഒന്നും ആവാൻ പാടില്ല. ഡോണ്ട് ആഡ് യുവർ ഒപ്പീനിയൻ, നമ്മുടെ സ്വന്തം ഒപ്പീനിയൻ. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കണ്ട, ആഡ് ചെയ്യണ്ട. ഇതെന്താണ്, ഓൾറെഡി ഉള്ള സെന്റൻസിനെ ചുരുക്കാനാണ്. നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ആഡ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ജസ്റ്റ് സമ്മറൈസ് ചെയ്താൽ മാത്രം മതി. അൺനെസസറി ഡീറ്റെയിൽസ് അവോയ്ഡ് ചെയ്യുക. അതായത് ഡേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ മൈനർ ഫാക്ട് ആണോ വെച്ചാൽ ഫാക്ട് ആണ്, പക്ഷെ അത്ര മെയിൻ ആയിട്ടുള്ള ഫാക്ട് അല്ല, മൈനർ ഫാക്ട് ആണ്. ആൻഡ് റിപ്പീറ്റഡ് ഐഡിയാസ്, വെരി ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, കാരണം ഈ ഒരു 1/3 ആക്കണല്ലോ. ആൻഡ് ചൂസ് എ ഷോർട്ട് ക്ലിയർ ടൈറ്റിൽ. ഭയങ്കര ലെങ്തി ഉള്ള ടൈറ്റിൽ ആക്കണ്ട, ഷോർട്ട് ആക്കണം, ക്ലിയർ ആയിട്ട് ലൈറ്റ് ആക്കണം. ഇറ്റ് ഷുഡ് ബി റിഫ്ലക്ട് ദ മെയിൻ തീം. അതിന്റെ മെയിൻ തീമിനെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ലെങ്തി ആണെങ്കിലും ആ മെയിൻ തീം കംപ്ലീറ്റ് ഒതുങ്ങുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നോക്കാം. റിവൈസ് യുവർ ഫൈനൽ പ്രിവൈസ്. ഒന്നും എന്താക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. 10th പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഗ്രാമർ ചെക്കിങ്, ലെങ്ത്, ക്ലാരിറ്റി, അതുപോലെ തന്നെ ഇത് എല്ലാ മീനിങ്ങും കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു മീനിങ് സാധനം കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി ജസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലോ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഇത് പോസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പോർഷൻ ആണ്, നമ്മുടെ ചാപ്റ്ററിലുള്ളതാണ്. നോക്കാം, ഇതാണ് അതിന്റെ സപ്പോസ് ആൻസർ.
സ്റ്റീഫൻ ഹോക്കിങ്സ് റിമാർക്കബിൾ ലൈഫ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അത് എന്താ പറയാ റിമാർക്കബിൾ ആയിട്ടുള്ള ജീവിതം നോക്കിക്കോ. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ ലീഡിംഗ് ഫിസിസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ബ്ലാക്ക് ഹോൾസ്. ഉണ്ടോ, ഒറ്റ സെന്റൻസിൽ തന്നെ കുറെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് വന്നു. ഫിസിസ്റ്റ് ആണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ഹോളിലാണ് അദ്ദേഹത്തിന്റെ എന്താക്കിയിട്ടുണ്ടായിരുന്നത് വർക്കുകളൊക്കെ വളരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ നേച്ചർ ഓഫ് ടൈം, സമയത്തിന്റെ നേച്ചർ അല്ലെ, അതിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. ദോ ഡയഗ്നോസ്ഡ് വിത്ത് ALS. കണ്ടോ, ALS എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അമിയോസ്ട്രോഫിക് ലാറ്ററൽ ഡിസീസ് എന്നുള്ള സംഭവമൊക്കെ എന്താക്കിയിട്ടുണ്ട്, സ്ലെറോസിസ് എന്നുള്ള സംഭവം നമ്മൾ എന്താക്കി ഒഴിവാക്കി. At 21 he continued his research and proposed the famous idea that black holes emit radiation. അദ്ദേഹത്തിന്റെ മെയിൻ ഐഡിയ എന്തായിരുന്നു, ബ്ലാക്ക് ഹോളുകൾ എന്താക്കുന്നുണ്ട്, റേഡിയേഷൻ പുറത്തു വിടുന്നുണ്ട് എന്നുള്ളതൊക്കെ. ത്രൂ ബുക്ക് ലൈക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഹി മെയ്ഡ് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു പബ്ലിക്. അതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇതിന്റെ പോയിന്റ്. അതായത് ഈ ഒരു ബുക്കോട് കൂടിയിട്ട് ഏതൊരു സാധാരണക്കാരനും സൊസൈറ്റിക്കും പബ്ലിക്കിനും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ സയൻസിനെ എന്താക്കി കൊടുത്തു, ഡിഫൈൻ ചെയ്തു കൊടുത്തു. ഹിസ് courage and determination made him an inspiring figure whose scientific and personal legacy continue to influence the world. അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനും അതുപോലെ തന്നെ ഇൻസ്പിറേഷനും, കാരണം അദ്ദേഹം ഭയങ്കര ഇൻസ്പിറേഷൻ, അത്രയും അസുഖം ഉണ്ടായിട്ടും ALS പോലെയുള്ള അസുഖം ഉണ്ടായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് നിലനിന്നു എന്നുള്ളതാണ്. ലോകത്തിനൊരു ഇൻഫ്ലുവൻസ് ആകാൻ അത് കഴിഞ്ഞു അല്ലേ. ഇത് ചുരുക്കി ചെയ്തതാണ്. ഡെഫിനറ്റ്ലി ഇതിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1-2 ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ പ്രിസൈസ് ഓഫ് ദ ഫോളോയിങ് passage to 1/3 of the original length and also give suitable type. മാഡം ക്യൂരിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സയന്റിഫിക് മേഖലയിൽ ഒരാളെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഇതിന്റെ ഒരു ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് വേണ്ടത് എന്നുള്ളതും ജസ്റ്റ് എന്താക്കുക, ഗ്രാമർ ആണോ വേണ്ടത്, ഡിസ്കോഴ്സ് ആണോ, ഡിസ്കോഴ്സ് ആണെങ്കിൽ ഏത്, ഗ്രാമർ ആണെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ആണോ എന്നുള്ളതൊക്കെ എന്താ വെച്ചാൽ ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ കമന്റ് ബോക്സ് എന്നുള്ളത്. സോ നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ +1 എക്സാം സ്റ്റുഡൻസ്, ആക്ച്വലി നമുക്ക് ഇനി ക്രിസ്മസ് എക്സാം വരികയാണ്, നമുക്ക് മാരത്തോണുകൾ വരാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ പ്രിസൈസ് റൈറ്റിംഗ് അങ്ങോട്ട് സെറ്റ് ആക്കുക, 4 മാർക്ക് പവർ ആക്കുക. അപ്പൊ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ഇനി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അയക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു കാൻ കോൾ മീ ജെഡി. ബൈ.